അപ്പോൾ നമ്മൾ ജാതിക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ അത് മാത്രമല്ല നല്ലതുപോലെ ഇതിൻ്റെ പുറമേയുള്ള ഈർപ്പം എല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കൾക്ക്, അതായത് പൊടി കുഞ്ഞുങ്ങൾക്ക്, മുതിർന്നവർക്കായാലും ശരി തന്നെ, ഈ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചിട്ട് പിന്നെ വയറുവേദന അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും എന്താ പറയുക ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ ജാതിക്കയുടെ ഈ തോട് കേട്ടോ, ഈ പുറം തോട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിന് വേറെ കുഴപ്പം കൂടെ ഉണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഏകദേശം 1 മാസം നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് ഐറ്റംസൊക്കെ ചേർക്കാനുണ്ട്. ഗ്രാമ്പൂ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പട്ടയുണ്ട്, പിന്നെ അതുപോലെ പഞ്ചസാര. അപ്പോൾ ഇതിന് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ ഈ ഒരു സൈസിനാണ് നമ്മളിത് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു സൈസിനാണ്. അങ്ങനെ നമ്മുടെ ജാതിക്ക് അതെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് കേട്ടോ ഈ സൈസിനൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്കിതിൽ അധികം മൂക്കാത്ത ഈ സൈസ് കിട്ടിയിട്ടുണ്ട്. അതായത് കുറച്ച് കായാണ് നമുക്കൊരു 3-4 കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഞാൻ അതിൽ നിന്നത് പറിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം വിളഞ്ഞതല്ലാതെ, അതായത് ഒത്തിരി മൂത്തതൊന്നുമല്ല, എങ്കിലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇത് ഐറ്റം എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇതിരിക്കും തോറും ഇതിങ്ങനെ കളർ മാറി മാറി വരും കേട്ടോ. അതിന് മുമ്പ് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ അടുത്ത് പറയുമ്പം നിങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വാവട്ടമുള്ള ഇത്രയും വലുപ്പമുള്ള, ഇനി നല്ല സാധാ വാവട്ടം ഒത്തിരി വലിയ കുപ്പിയായാലും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പട്ട വേണം, അതുപോലെ ഗ്രാമ്പും വേണം. അപ്പോൾ നമുക്ക് കുപ്പിക്കകത്ത് നിറയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നമ്മളെ പട്ടയും ഗ്രാമ്പും കൂടെ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കിതിൽ പഞ്ചസാര കൂടെ ചേർക്കാമേ. അങ്ങനെ നമ്മളത് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഐറ്റം നല്ലതുപോലെ ഒന്ന് മൂടി കിടക്കത്തക്ക വിധം വേണം നമ്മളിത് പഞ്ചസാര ഇടാനായിട്ട്. ഇനി നമ്മളിതിൽ വെള്ളവും മറ്റു കാര്യങ്ങളോ ഒന്നും ഒഴിക്കത്തില്ല. അതായത് നമ്മുടെ ജാതിക്കയുടെ ഇതിൻ്റെ നീരുണ്ടല്ലോ, ആ നീരാണ് ഇനി ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇതിൽ അലിഞ്ഞിറങ്ങാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഡെയിലി ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും, ഞാനിപ്പോൾ ചെയ്യുന്ന ഈ കുപ്പി ആയതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ നമ്മൾ അടച്ചു കൊടുത്തതിന് ശേഷം ഡെയിലി എല്ലാ ദിവസവും ഒന്ന് നല്ലപോലെ ഇങ്ങനെ ഒന്ന് നമ്മൾ കുലിക്കൊന്ന് ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം നല്ലതുപോലെ മിക്സ് ആകും കേട്ടോ. അപ്പോൾ അടപ്പ് തുറന്നതിന് ശേഷം കുറച്ച് അകലം എയർ ഡെയിലി ഉള്ളത് നമ്മളിങ്ങനെ തുറന്ന് വിടണം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം എയർ തുറന്നു വിടണം, അല്ലെങ്കിൽ അതിനകത്ത് എയർ ടെമ്പറായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഐറ്റം ഞാനിങ്ങനെ റെഡി ആക്കി ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഡെയിലി നന്നായിട്ടൊന്ന്, അതായത് ഒരു വാവട്ടം കൂടിയ നമ്മൾ ബോട്ടിലാണ് എടുക്കണമെങ്കിൽ ഒരു ഉണക്ക കമ്പ് കൊണ്ടോ, ഈർപ്പമില്ലാത്ത കമ്പ് കൊണ്ടോ, കമ്പ് എന്ന് പറഞ്ഞാൽ സ്പൂണോ ഇരുമ്പ് ഐറ്റംസ് ഒന്നും അധികം ഇടാതിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വെച്ചൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലത്തെ ബോട്ടിലാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്കിനി 1 മാസം കഴിഞ്ഞ് കാണാം. അപ്പോഴത്തേ നമ്മുടെ ഐറ്റം അങ്ങനെ റെഡിയായി. ഏകദേശം കറക്റ്റ് 1 മാസമായിട്ടോ. 1 മാസം നമ്മളിവനെ എന്നും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, ഞാൻ സാധാരണ വൈകിട്ടാണ് കേട്ടോ അടപ്പ് തുറന്ന്
ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കലക്കി സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കേൾക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരാം. നമ്മൾ ഡെയിലി അതേപോലെ ഇങ്ങനെ കലക്കി വയ്ക്കുന്നുണ്ടാണ് കേട്ടോ അധികം നിൽക്കാത്ത, അല്ലെങ്കിൽ നല്ലപോലെ എയർ നിൽക്കും. അങ്ങനെ ദേ അടപ്പൊക്കെ തുറന്നു. ഇനി നമുക്കിതിൽ നിന്ന് ഞാനൊന്ന് കുറച്ച് കഴിക്കാൻ പോവുകയാണ്. അതായത് ആ ജാതിക്കയുടെ ഒക്കെ കറക്റ്റ് നമ്മളാ തോടിലുള്ള കറക്റ്റ് ആ ഒരു ഗുണങ്ങൾ അതേപോലെ തന്നെ ഈ നമ്മളിട്ടിരുന്ന അതിൻ്റെ ഈ ചാറിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ കഷ്ണം കൂടെ കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജാതിക്ക കിട്ടുന്ന കൂട്ടർ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. അതായത് കുഞ്ഞു മക്കൾക്ക് ഞാൻ ഫസ്റ്റിലെ നമ്മൾ പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും വയറ് സംബന്ധമായിട്ടുള്ള വയറിന് എന്തെങ്കിലുമൊക്കെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദഹനത്തിനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ജാതിക്ക ഇതേപോലെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. പക്ഷേ നമുക്ക് 1 മാസം കാത്തിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ വേണ്ടി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.